ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ചെറിയ ഈവനിങ് സ്നാക്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ഇതുപോലെ 2 പുഴുങ്ങിയ മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ മുട്ട കട്ട് ചെയ്ത് വിട്ടു പോകരുത്, സെപ്പറേറ്റ് ആയി പോകരുത്, അത് അങ്ങനെ തന്നെ ഇരിക്കണം. എന്നാൽ അതിനകത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മസാല എല്ലാം അകത്തേക്ക് കയറാനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. അതുപോലെ നിങ്ങളൊന്ന് എഡ്ജ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ തയ്യാറാക്കാൻ ഇതിന് വേണ്ടുന്ന മസാലയാണ്. അതിനായിട്ട് ഇവിടെ ഞാൻ 2 സ്പൂൺ, കുഞ്ഞു സ്പൂണിന് 2 സ്പൂണ് മസാല മുളക് പൊടി, അതിനുശേഷം ക്രഷ്ഡ് ചില്ലി, അതിനുശേഷം അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക. കുറച്ച് ചേർത്താൽ മതി കേട്ടോ, എല്ലാം കുറച്ച് മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ കുറച്ച് ചേർക്കുക. അതിനുശേഷം ഉപ്പ് ചേർക്കുക. നിങ്ങൾ മുട്ടയുടെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ മസാലയിൽ വ്യത്യാസം വരുത്താം കേട്ടോ. പിന്നെ ഞാൻ ചേർത്തത് ഗരം മസാലയാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഗരം മസാലയാണ് നമ്മൾ ചേർത്തത്. പിന്നെ അതിനുശേഷം ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇത് സ്പൈസിയാണ് കേട്ടോ. സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ്. നമ്മൾ ചില സമയത്തൊക്കെ നമുക്കൊരു സ്പൈസി ആയിട്ടുള്ളത് കഴിക്കാൻ മനസ്സിലൊരു കൊതിയൊക്കെ തോന്നില്ലേ, കുറച്ച് എന്തെങ്കിലും എരിവ് കഴിക്കണം എന്നൊക്കെ തോന്നില്ലേ. അങ്ങനെ ആ സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത്. പിന്നെ അതിനോട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മസാലയും ഈ കറി ലീവ്സും എല്ലാം ചേർത്ത് നമ്മളൊന്ന് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി എടുക്കുക. കാരണം ആ മസാലയിലേക്ക് നമ്മുടെ ഈ കറിവേപ്പിലിൻ്റെ സ്മെല്ലൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൈ വെച്ചൊന്ന് തിരുമ്മി എടുക്കണേ. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് മതി, കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാടായി പോകരുത്. കുറച്ച് ഒഴിച്ചതിന് ശേഷം അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ മുട്ട അതിനകത്തേക്കിട്ട് മുട്ടയിലേക്ക് അതെല്ലാം തിരുമ്മി പിടിപ്പിച്ച് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ സമയത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതെല്ലാം നമുക്ക് തിരുമ്മി അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ മീനൊക്കെ വറുക്കാനായിട്ട് നമ്മൾ മസാല തിരുമ്മി വയ്ക്കില്ലേ, അതുപോലെ തന്നെ ഇതിൽ മസാല തിരുമ്മി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്തേക്ക് മസാലയൊക്കെ നല്ലോണം പിടിച്ച് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ തിരുമ്മി ഒരുപാട് സമയമൊന്നും വയ്ക്കണില്ല, ഞാനിപ്പോൾ തന്നെ ഇത് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിനുവേണ്ട മസാല തയ്യാറാക്കുന്നത്. അതിന് ശേഷം നമ്മളൊരു കുഞ്ഞു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് തീ കുറച്ചിട്ട് വേണം വയ്ക്കാൻ. ഒരുപാട് തീ ആവാൻ പാടില്ല കേട്ടോ. ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മസാല കരിഞ്ഞു പോവാൻ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി. വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാം, എന്നാൽ ടേസ്റ്റിയാണ്. നമ്മൾ പുറത്ത് കടയിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു റെസിപ്പികളാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.